ആദ്യ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ മാറ്റിമറിക്കുന്ന ഒരു ഗാലക്സിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബിഗ് ബാങ്ങിന് ശേഷം വെറും 800 ദശലക്ഷം വർഷങ്ങൾ മാത്രം പഴക്കമുള്ള ഒരു ഗാലക്സിയെയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിരിക്കുന്നത്. വിർജിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗാലക്സി അതിന്റെ സ്വഭാവം കൊണ്ട് ജ്യോതിശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുകയാണ്. വിർജിലിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന്റെ ഇരട്ട സ്വഭാവമാണ്. ദൃശ്യപ്രകാശത്തിൽ ഇതൊരു സാധാരണ ഗാലക്സി പോലെ തോന്നുന്നു. എന്നാൽ ഇൻഫ്രാറെഡ് തരംഗങ്ങളിൽ നിരീക്ഷിക്കുമ്പോൾ ഇതൊരു കോസ്മിക് ബീസ്റ്റായി മാറുന്നു. ഗാലക്സിയുടെ കേന്ദ്രത്തിൽ അതിവേഗം വളരുന്ന ഒരു സൂപ്പർമാസീവ് തമോദ്വാരമാണ് ഈ മാറ്റത്തിന് കാരണം. ഈ തമോദ്വാരത്തിൽ നിന്നുള്ള അതിശക്തമായ ഊർജ്ജപ്രവാഹം കട്ടിയുള്ള പൊടിപടലങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ കണ്ടെത്തൽ ആദ്യകാല പ്രപഞ്ചത്തിൽ സൂപ്പർമാസീവ് തമോദ്വാരങ്ങൾ എങ്ങനെ വളർന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ചോദ്യം ചെയ്യുന്നു. ഗാലക്സികൾ ആദ്യം രൂപം കൊള്ളുകയും പിന്നീട് തമോദ്വാരങ്ങൾ ക്രമേണ വളരുകയും ചെയ്തു എന്നായിരുന്നു മുൻപ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ പല സാഹചര്യങ്ങളിലും തമോദ്വാരങ്ങൾ ഗാലക്സികളെക്കാൾ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വിർജിൽ ലിറ്റിൽ റെഡ് ഡോട്ടുകൾ എന്നറിയപ്പെടുന്ന നിഗൂഢമായ ഒരു വിഭാഗത്തിൽപ്പെടുന്നു. ഇവ JWST കണ്ടെത്തിയ ഒരു കൂട്ടം ചുവന്ന ഉറവിടങ്ങളാണ്. കണ്ടെത്തിയ LRD ജനസംഖ്യയിൽ വെച്ച് വിർജിലാണ് ഏറ്റവും ചുവന്ന വസ്തു. ബിഗ് ബാങ്ങിന് 600 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം വലിയ അളവിൽ പ്രത്യക്ഷപ്പെട്ട ഈ LRDകൾ പിന്നീട് എങ്ങോട്ട് പോയി എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഈ കണ്ടെത്തലിൽ യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയുടെ മിഡ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെന്റ് അഥവാ മീറിക്ക് വലിയ പങ്കുണ്ട്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിലെ മീറിയുടെ നിരീക്ഷണങ്ങളിലൂടെയാണ് വിർജിലിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടത്. ദൃശ്യപ്രകാശത്തിൽ കാണാത്തതും പൊടിപടലങ്ങളാൽ മറയ്ക്കപ്പെട്ടതുമായ പല പ്രതിഭാസങ്ങളെയും ഇൻഫ്രാറെഡ് തരംഗങ്ങൾക്ക് വെളിപ്പെടുത്താൻ സാധിച്ചു. ഈ കണ്ടെത്തൽ ആദ്യകാല ബ്ലാക്ക് ഹോൾ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നന്ദി.